ഇന്ന് ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇക്കാക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കായെ വിളിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് നൈറ്റ് 2 മണിയൊക്കെ ആയിട്ട് തസ്ബീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന്. അങ്ങനെ പക്ഷേ 12 മണിയായപ്പോഴത്തേക്കും ഇക്ക എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് വന്നപ്പോഴത്തേനും ഇക്ക ഫുള്ളായിട്ട് അങ്ങ് സർപ്രൈസ് ആയിപ്പോയി. ആഹാ കൊള്ളാലോ സെറ്റപ്പ്. അങ്ങനെ ഞങ്ങളുടെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി അൽഹംദുലില്ലാ കഴിഞ്ഞ് സന്തോഷവും സങ്കടവും ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരു 7 വർഷം കടന്നു പോയിരിക്കുന്നു. അങ്ങനെ അലി ഉറക്കമായിരുന്നേ. അലി ഉറക്കത്തിൽ നിന്നൊക്കെ അടിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇക്കാക്ക് ക്രീമുള്ള കേക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ക്രീമില്ലാത്ത സംഭവമാണ് വാങ്ങിച്ചത്. അതാണ് കട്ട് ചെയ്യുമ്പോഴത്തേനും ചെറിയൊരു ഹാർഡ് പോലെ തോന്നുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ഇക്കായും കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നൈറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ഷോപ്പിലോട്ട് പോയി. പിന്നെ നൈറ്റ് താമസിച്ചാണ് വന്നത്. പിറ്റേന്ന് പിന്നെ അന്ന് നോമ്പ് തുറക്കാനായിട്ട് ഞങ്ങൾ പുറത്താണ് പോയത്. നമുക്ക് മന്തി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് പോയി. അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റിൻ്റെ പുറത്ത് വശമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഷട്ടിൽ കളിക്കുന്നുണ്ട്, സൈക്കിളൊക്കെ ഓട്ടിച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഖലീഫ മന്തിയിലോട്ടാണ് പോയത്. കാരണം ദൂരോട്ട് അങ്ങോട്ടൊന്നും പോകാനുള്ള ടൈമില്ല. സീസൺ ആയതുകൊണ്ട് ഈദിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് ഇക്കാക്ക് ഷോപ്പിൽ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത് അട്ടക്കുളങ്ങര ആയതുകൊണ്ട് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ പോയപ്പോൾ തന്നെ അവർ ഫസ്റ്റ് നമുക്ക് തരിക്കഞ്ഞി തന്നിട്ടുണ്ടേ. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തരിക്കഞ്ഞി കുടിക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ മന്തിയും ഹണി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പം അതൊക്കെ കഴിച്ച് ഒരു സോഡ ലൈമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പോയത്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.